കൊല്ലത്ത് ഉളിയക്കോവിൽ പ്രണയപ്പകയിൽ കൊലപാതകം. ഇന്നലെ രാത്രി 7 മണിക്കാണ് സംഭവം. ആ നാടിനെ ഞെട്ടിച്ചു കളഞ്ഞു. ഇത് കേരളത്തിലെ ചാനലുകളെല്ലാം ഇത് വാർത്തയായി. രാത്രിയിൽ ഫെമിൻ ജോർജ് ഗോമസ് എന്ന 21-കാരൻ അയാളുടെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഓടി ഒരു മതിലിൻ്റെ അടുത്ത് വന്ന് വീണ് മരിക്കുന്ന ദൃശ്യവും നമ്മൾ കണ്ടു. ഈ സംഭവം 2 വീട്ടുകാർ തമ്മിലുള്ള ഒരു ഇഷ്യൂവിന് പുറത്താണ് ഉണ്ടായത്. ഇവിടെ കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ BCA വിദ്യാർത്ഥിയാണ് ഫെമിൻ ജോർജ് ഗോമസ് എന്ന 21-കാരൻ. അദ്ദേഹത്തിൻ്റെ സഹോദരി ആ കോളേജിൽ തന്നെ പഠിച്ചതാണ്, ട്യൂഷൻ്റെ കാര്യത്തിലുമൊക്കെ. അതോടൊപ്പം തേജസ് രാജ് എന്ന 24-കാരൻ ഒന്നിച്ച് പഠിച്ചയാളാണ്. അയാളുടെ പിതാവ് കൊല്ലം DCRBയിലെ ഗ്രേഡ് ASI ആണ്. കിരൺ എന്നാണ് പേര്. ഏതായാലും ഗ്രേഡ് SIയുടെ വീട്ടുകാരും അതുപോലെ തന്നെ ജോർജ് ഗോമസിൻ്റെ വീട്ടുകാരും തമ്മിൽ അടുപ്പമായി. ജോർജ് ഗോമസ് ബെൻസിഗർ ആശുപത്രിയിലെ ഒരു ഡ്രൈവറാണ്. മകളും 2 കുട്ടികൾ. മകനാണ് ഇപ്പം കൊല്ലപ്പെട്ട ഫെമിൻ ജോർജ്. മകളുണ്ട്. ഇവർ 3 പേരും ഒന്നിച്ചാണ് ട്യൂഷന് പോകുന്നതും പഠിക്കാൻ പോകുന്നതുമൊക്കെ. അങ്ങനെ വളരെ സൗഹൃദത്തിലാണ്. ആ കുടുംബങ്ങളും വളരെ സൗഹൃദത്തിലായിരുന്നു. അപ്പോൾ തേജസ് രാജിന് ഈ പെൺകുട്ടിയോടുമായിട്ട് സ്നേഹം, അടുപ്പം പെൺകുട്ടിക്ക് ഇങ്ങോട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഏതായാലും പെൺകുട്ടി അടുത്ത നാളിൽ ആ വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറി. അതാണ് വൈരാഗ്യത്തിന് കാരണം. കുത്തിക്കൊല്ലാനുള്ള കാരണം അത് തന്നെ. ഇവർ 3 പേരും ഒന്നിച്ച് പഠനത്തിന് പോകുന്നതും അത്ര ആത്മാർത്ഥമായി അവർ കഴിഞ്ഞു വന്നവരുമാണ്. തേജസ് രാജിന് ഈ പെൺകുട്ടിയോട് അടുപ്പം ഉണ്ടായിരുന്നു. ഇവർ ട്യൂഷന് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്നിച്ച് പോകും. അത്ര സുഹൃത്ത് ബന്ധവും കുടുംബങ്ങളും തമ്മിൽ അടുത്തു. കുടുംബങ്ങൾ തമ്മിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇന്നലെ രാത്രി 7 മണിക്ക് തേജസ് രാജ് അയാളുടെ സ്വന്തം കാറിൽ ആ വീട്ടിൽ വന്ന് ജോർജ് ഗോമസിൻ്റെ വീട്ടിലേക്ക് വന്നത് ഒരു കറുത്ത പർദ്ദ ധരിച്ചിട്ടാണ്. വേഷപ്രച്ഛന്നനായിട്ട് തന്നെ വന്നു. കയ്യിൽ ഒരു ദ്രാവകമുണ്ടായിരുന്നു, പെട്രോളായിരിക്കാം. അതുമായിട്ട് വന്ന് വീടിന് തട്ടി വീടിനകത്ത് കയറി. ഈ സമയം ജോർജ് ഗോമസും ഭാര്യ ഡെയ്സിയും മകൻ ഗോമസ് അല്ലെങ്കിൽ ഫെമിനും ആയിട്ട് ഒരു കത്തി ഉപയോഗിച്ചിട്ട് അവർ പേരയ്ക്ക മുറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇയാൾ വാതിലിൽ വന്ന് മുട്ടി. വാതിൽ തുറന്ന് വീടിനകത്ത് ഇയാൾ പെട്രോൾ ഒഴിച്ചു. എന്താണ് പിന്നെ നടന്നതെന്ന് അറിയില്ല. അത് അമ്മ ഡെയ്സി പറയുന്ന കാര്യങ്ങളാണ്. എന്തായാലും പിതാവിനെയാണോ ആദ്യം കുത്തിയത് അതോ ഫെബിനെയാണോ എന്നറിയില്ല. പിതാവിനെ കുത്തി, ഫെബിനെയും കുത്തി. അയാളുടെ മനസ്സ് വീട്ടിലോട്ട് വരുമ്പം ഇവരെ കത്തിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കണം പർദ്ദ ഉപയോഗിച്ച് വേഷപ്രച്ഛനായി വന്നത്. അതിൻ്റെ ഉള്ളിൽ എന്ത് നടന്നെന്ന് കൃത്യമായത് ഇതുവരെ നമുക്കറിയില്ല. എങ്കിലും പിതാവിനെ കുത്തി, ഫെബിൻ കുത്തുകൊണ്ട് ഇയാളുടെ പിന്നാലെ പോയതായിരിക്കാം. തൊട്ടടുത്ത വീടിൻ്റെ മതിലിൻ്റെ അവിടെ റോട്ടിൽ വീഴുന്നത് CCTV ദൃശ്യത്തിൽ നമ്മൾ കണ്ടു. വീണു മരിച്ചു. കുത്താൻ ഉപയോഗിച്ച കത്തി പേരയ്ക്ക മുറിച്ച കത്തി തന്നെയാണ്. ആ കത്തി പ്രതി പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ ഉപേക്ഷിച്ചിട്ട് പോയി. അവിടെ നിന്ന് നേരെ കാറിൽ അയാൾ കടപ്പാക്കടയിൽ പോയി. അവിടെ റെയിൽവേ ട്രാക്കിനകത്ത് അടുത്ത് വാഹനം നിർത്തി ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി. ട്രെയിൻ കുറച്ച് ദൂരം ഇയാളെ വലിച്ചുകൊണ്ട് പോയി. അയാൾ മരണപ്പെട്ടു. വളരെ ദാരുണമായ ഒരു മരണം അവിടെയും നടന്നു. ഇത് ഒരു പ്രണയപ്പക അല്ല പ്രേമപ്പക എന്ന് പറയേണ്ടി വരും. കാരണം അടുത്ത കാലത്ത് ചില സംഭവ വികാസങ്ങളിൽ ആ വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാകുന്നു. അതിന് കാരണം ഇയാൾ സിവിൽ പോലീസ് ഓഫീസറുടെ ടെസ്റ്റ് എഴുതി
റിട്ടൺ ടെസ്റ്റ് കിട്ടി. തേജസ്സിന് പക്ഷേ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായില്ല, തോറ്റുപോയി. ഇവർ രണ്ടുപേരും ബാങ്ക് ടെസ്റ്റ് എഴുതി. മകള് ബാങ്ക് ടെസ്റ്റ് പാസ്സായി. അതേസമയത്ത് തേജസ് പാസ്സായില്ല. മകൾക്ക് കോഴിക്കോട് ഇപ്പം അപ്പോയിൻമെൻ്റായി. കോഴിക്കോട് അപ്പോയിൻമെൻ്റ് ആയി കഴിഞ്ഞപ്പം ആ കുട്ടി ജോലിക്ക് പോയി തുടങ്ങിയെങ്കിലും ഇയാൾ ജോലിയില്ലാതെ വീട്ടിൽ നിൽക്കുകയാണ്. ഇയാൾ ജോലിയില്ലാത്ത ഒരാളായതുകൊണ്ടായിരിക്കാം ആ പെൺകുട്ടിക്കിപ്പം ഈ വിവാഹത്തിനോട് താല്പര്യമില്ല, അതിന് പിന്മാറി. ഈ പ്രണയപ്പക കാരണം ഈ തേജസ്സിനെ പല സ്ഥലത്തും കൊണ്ടുപോയി കൗൺസിലിങ്ങിന് വിധേയമാക്കി എന്ന് പറയുന്നുണ്ട്. ഏതായാലും കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങൾ നീണ്ട ബന്ധമായിരുന്നു. ആ ബന്ധത്തിൽ ഈ കുട്ടികൾ തമ്മിൽ വിവാഹം കഴിക്കുന്നതിന് ഇരു കൂട്ടർക്കും തടസ്സമില്ലായിരുന്നു. പക്ഷേ ഇപ്പം മകൾ കൃത്യമായി അമ്മ ഡേസിയോട് പറഞ്ഞു, തനിക്കിതിനകത്ത് താല്പര്യമില്ല, കാരണം അയാൾക്ക് ജോലിയില്ല, മുന്നോട്ടുള്ള ജീവിതം കഷ്ടമാകും. അതുകൊണ്ടായിരിക്കാം ആ വിവാഹ ഓഫറിൽ നിന്ന് അല്ലെങ്കിൽ രണ്ടുപേരും സ്നേഹിച്ചിരുന്ന ആ ബന്ധം മറ്റുപോകാൻ കാരണം. എന്തായാലും പ്രണയത്തിന് പോകുന്ന പലരും സൂക്ഷിക്കണം. കാരണം ഇതുപോലെയുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടാവും. അത് ഒരു അപമൃത്യുവിലിട്ട് ചെന്ന് ചാടും. ഒരാൾ ആത്മഹത്യ ചെയ്യുകയോ അല്ല ഒരാൾ കൊല്ലപ്പെടുകയോ ഒക്കെ ധാരാളം ദൈനംദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്നും ചാടാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ഇപ്പോൾ രണ്ട് ചെറുപ്പക്കാർ 21 വയസ്സ് 24 വയസ്സുള്ള രണ്ടുപേരും കൊല്ലപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ജീവിതം തുടങ്ങിയിട്ടില്ല. ഒരാൾ ട്രെയിൻ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു, മറ്റേയാളെ ഈ പ്രതി തന്നെ കുത്തിക്കൊന്നു. ആ പിതാവ് ബെൻസിഗർ ആശുപത്രിയിലെ ഡ്രൈവർ ജോർജ് ഗോമസിനും മാരകമായ പരിക്കുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള സംഭവ വികാസങ്ങളിലേക്ക് ചാടുന്നതിൻ്റെ കാരണം അപക്വമായ ചില നിഗമനങ്ങളും ചില പ്രേമങ്ങളും ചില പ്രണയങ്ങളുമൊക്കെ ചെറുപ്പത്തിലെ തുടങ്ങി വെച്ചതിൻ്റെ പരിണിത ഫലമായിട്ട് തന്നെയാണ് ഈ സംഭവം ഉണ്ടായത്. എന്തായാലും ഈ സംഭവത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. എങ്കിലും രത്ന ചുരുക്കം പറഞ്ഞാൽ ആ പ്രണയപ്പക തന്നെയാണ് ഈ മരണത്തിന് കാരണം. എത്ര ദാരുണമായ അന്ത്യമാണ് ട്രെയിൻ തുമ്പിച്ചാടി ആ തേജസ് രാജ് വരിച്ചത്. അതോടൊപ്പം തന്നെ കുത്തുകൊണ്ട് ആ കുത്തിയവൻ്റെ പിന്നാലെ ഓടുന്ന ആ ദൃശ്യം വേദനാജനകമാണ്. ആ കൊച്ച് ഷർട്ട് പോലും ഇട്ടിട്ടില്ലാന്ന് തോന്നുന്നു വീട്ടിലിരിക്കുമ്പോൾ അയാളുടെ പിന്നാലെ ഓടി. ആ 3 കുത്ത് ഏറ്റിട്ടുണ്ട്. ഒന്ന് കഴുത്തിൽ, ഒന്ന് നെഞ്ചിൽ. അത് മാരക കുത്തമായിരുന്നു. ആ കത്തി നമ്മൾ കാണുന്നുണ്ട്. മറ്റൊന്ന് വയറിൻ്റെ ഭാഗത്തും. ആ കുട്ടിക്ക് അത് താങ്ങാൻ പറ്റില്ല. പക്ഷേ ആ കാര്യമാക്കാതെ കുത്തേറ്റ ആൾ അയാളുടെ പിന്നാലെ ഓടി തൊട്ടടുത്ത വീടിൻ്റെ മതിലിൻ്റെ മുമ്പിൽ വീഴുന്ന കാഴ്ചയും, ആ വീഴുന്ന സ്ഥലത്തേക്ക് ആ ഇടവഴിയിൽ നിന്ന് ചില കുടുംബക്കാർ ഇത് കേട്ട് കരച്ചിലും നിലവിളിയും കേട്ട് ഓടി വരുന്നത് നമ്മൾ കണ്ടു. അവർ സ്തബ്ധരായി നിൽക്കുന്നതും നമ്മൾ കാണുകയാണ്. കുടുംബങ്ങൾ തമ്മിലുള്ള ഇതുപോലുള്ള പ്രേമങ്ങൾ, ഈ പ്രേമത്തിൽ നിന്നുള്ള പിന്മാറ്റം, അതൊക്കെ സഹിക്കാനുള്ള കഴിവുകൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കില്ല. ജീവിതം മുന്നോട്ട് പോകണം. ഒരു പ്രേമത്തിൽ നിന്ന് ഒരാൾ പിന്മാറിയെങ്കിൽ അടുത്ത ജീവിത പന്ഥാവിലേക്ക് നടക്കുക. അടുത്തൊരു പ്രേമം അല്ലെങ്കിൽ ഒരാളെ കിട്ടും നിങ്ങൾക്ക് ജീവിത പങ്കാളിയായിട്ടോ. ആ രീതിയിൽ ചിന്തിക്കാൻ പഠിക്കുക. ഒരെണ്ണം തൊലഞ്ഞു പോയെന്ന് വിചാരിച്ചിട്ട് ജീവിതം അവസാനിപ്പിക്കുന്നത് തെറ്റാണ്. ജീവിതത്തിലെ പല ഇതുപോലെയുള്ള സംഭവങ്ങളും വേദനപ്പെടുത്തുന്ന കാര്യങ്ങളും, പാർട്ട്ണർ പിരിയുന്നതും, നമ്മൾ സ്നേഹിച്ച പുരുഷനോ അല്ലെങ്കിൽ സ്നേഹിച്ച സ്ത്രീയും പിരിയുന്നതൊക്കെ കാണാം. അതൊക്കെ തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പഠിക്കണം. അതായത് അമേരിക്കൻ സ്റ്റൈലിൽ തന്നെ പോകണം. അവിടെ ഒരു 10 പ്രേമം അവർ നടത്തും, 10ാമത്തെ 11ാമത്തെ മാത്രമേ സക്സസ്ഫുള്ളായി കാണുന്നുള്ളൂ. കാരണം അവിടെയൊക്കെ അങ്ങനെയാണ് ശീലിച്ചു കഴിഞ്ഞു. ഇതുപോലെ ഒരു പ്രേമം വെച്ച് എടുത്തു ചാടി കൊല്ലപ്പെടുന്നത് ഒരവസ്ഥയിലേക്ക് പോകരുത്. നിങ്ങൾക്ക് പ്രായപൂർത്തിയായി പക്വത വന്ന ശേഷം പ്രേമിക്കുക എന്നുള്ള ഇതിനൊരു മാർഗ്ഗമേ ഇതിന് പ്രതിവിധിയായിട്ടുള്ളൂ. അതിനു മുമ്പ് പ്രേമം തുടങ്ങുന്നുണ്ടെങ്കിൽ തന്നെ ആദ്യം ഒരാൾ വിട്ടുപിരിഞ്ഞാൽ അയാൾ പിന്മാറിയാൽ നിരാശപ്പെടരുത്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾക്ക് ഉത്തമയായ ഒരു ഭാര്യയോ ഒരു ഭർത്താവോ ലഭിക്കുമെന്നുള്ളതാണ്. കാരണം ഇതുപോലെ സൗകര്യമുള്ള ഒരു രാജ്യം വേറെ സ്ഥലങ്ങളില്ല. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ധാരാളം പുരുഷന്മാരെ സ്ത്രീകളെ നമുക്ക് കണ്ടെത്താം. നിങ്ങളുടെ ബുദ്ധി അനുസരിച്ചുള്ള ആൾക്കാരെയും നമുക്ക് പാർട്ട്ണറായിട്ട് ലഭിക്കും. അതുകൊണ്ട് ഇതുപോലുള്ള പ്രണയപ്പകയിലൊന്നും എടുത്തു ചാടാതെ
ചെറുപ്പക്കാരനും ചെറുപ്പക്കാരികളും ആ സിറ്റുവേഷൻ മനസ്സിലാക്കി കൗൺസിലിങ്ങുകളിലൊക്കെ പോയി അതിൽ നിന്ന് പിന്മാറി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.